കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫായിരുന്നു, പിള്ളേർക്കും സ്കൂളില്ലാത്ത ഒരു ദിവസത്തെ വിശേഷങ്ങളുടെ പകുതി വരെ നമ്മൾ പങ്കുവച്ചിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അന്ന് മോരുകറി ഉണ്ടാക്കുമായിരുന്നു. മോരുകറി ഉണ്ടാക്കി, ബീഫ് കറി വെച്ചു, പിന്നെ ചോറും തോരനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ഇച്ചിരി ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇച്ചിരി ബ്രെഡ് കഴിക്കാവുന്നതാണ്. അപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ പുതിയൊരു ഡിഷുമായിട്ട് വന്നത്. തലേ ദിവസം മീൻ ഫ്രൈ ചെയ്യുന്നത് ഇത്ര ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ചിക്കൻ മഞ്ചൂരിയൻ പോലെ ഫിഷ് മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാപ്സിക്കം ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു ഇത് സോസൊക്കെ ഇട്ടായതുകൊണ്ട് ഫിഷിനകത്ത് ഈ സോസൊക്കെ ഇട്ടുണ്ടാക്കുന്ന റെസിപ്പീസൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പുള്ളി അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഞാനൊരു കൂടെ മോരുകറിയും ചോറും ബീഫിനുള്ള പ്രിപ്പറേഷനും ഒക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ മോരുകറി നിങ്ങളുടെ വീട്ടിൽ എന്നുമുള്ള ഡിഷാണോ എന്ന്. പക്ഷേ മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്നൊരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. സമയമൊക്കെ ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറി എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വൺ പോട്ട് കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മോരുകറിയോട് ഇച്ചിരി പ്രിയം കൂടുതൽ കാണിക്കുന്നത്. ആകെപ്പാടെ ഇച്ചിരി സ്ക്വയർ പോലുള്ള അടുക്കളയിൽ ഞാൻ കൂടാതെ എൻ്റെ കൊച്ചും കൂടെ പാചകത്തിന് കയറിയിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കുന്നതാണ്. അവളും ഇച്ചിരി ഉള്ളിയൊക്കെ എടുത്തിട്ട് മോരുകറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ 3-4 പേര് നിൽക്കുവാണെങ്കിൽ ഈ അടുക്കളയ്ക്കകത്ത് പിന്നെ നിന്ന് തിരിയാനുള്ള സ്ഥലം കാണത്തില്ല. പക്ഷേ എങ്കിലും ഇതൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ ഒരുമിച്ച് കുക്ക് ചെയ്യും, ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് മാറി നിൽക്കാൻ പറയാറില്ല. അവർ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഈ പ്രായത്തിലെ ഈ കുഞ്ഞുങ്ങൾക്ക് കുക്കിങ്ങിനോടൊക്കെ ഒരു ഇച്ചിരി ഇഷ്ടം തോന്നി തുടങ്ങുന്നത് നല്ലതാണ്. ആണായാലും പെണ്ണായാലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ അവർ പഠിച്ചിരിക്കുന്നത് അത്യാവശ്യ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫിഷ് മഞ്ചൂരിയനൊക്കെ ഒരു സൈഡിൽ കൂടെ റെഡി ആവുന്നുണ്ട്. കൊച്ചവിടെ തോരനും ചോറും കറിയൊക്കെ ഒരു സൈഡിൽ കൂടെ റെഡിയായി. എൻ്റെ പ്രിയപ്പെട്ട ഭർത്തു അടുക്കള കയറിയാൽ ഞാൻ അടുത്തുണ്ടെങ്കിലുള്ള കുഴപ്പം എന്നെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആക്കി അങ്ങ് വെക്കും. അതെടുക്കുക ഇതെടുക്കുക, പുള്ളി മെയിൻ ഷെഫും ഞാൻ അസിസ്റ്റൻറ്റും. അപ്പോൾ എൻ്റെ പണിയെല്ലാം അവിടെ പെൻഡിങ് ആവും എന്നർത്ഥം. ആ ഉള്ള സമയത്ത് ഞാൻ പോയി തുണി വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇട്ട് മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകി കളഞ്ഞാൽ അടുക്കളയിലെ പണി ഏകദേശം ഒതുങ്ങും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ചിക്കൻ മഞ്ചൂരിയൻ ഇല്ല, ഫിഷ് മഞ്ചൂരിയനും ബ്രെഡും ചായയുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതെല്ലാം കൂടി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈവനിങ്ങിൽ ബീഫ് കറിയുടെ പുറകെ പിടിക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ബീഫ് വെള്ളത്തിൽ അലിയാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തൊന്ന് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.